ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിറ്റിൽ ഹാർട്ട്സ്. യെസ്, കുഞ്ഞു ഹൃദയം. അതെ, അത്രേ ഉള്ളൂ, പക്ഷെ വിശാലമാണ്. അതെ, ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെ ഹൃദയവും വളരെ വിശാലമാണ്. സത്യം. ആദ്യം ചെറുതാണ്, പിന്നീട് വിശാലമാകുന്നു. അതങ്ങ് വളർന്ന് വലുതാവുക. അതെ, അതുപോലെ തന്നെയായിരുന്നു ആ സിനിമയും. അതായത് ഞങ്ങളുടെ മനസ്സിലും ഈ സിനിമ ചെറിയൊരു സിനിമയായിരുന്നു എന്ന് കാണുന്നത് വരെ നമുക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് അപ്പുറം ഒരു വലിയ സിനിമയാണ് നമുക്ക് കിട്ടിയത്. സത്യമായിട്ട് കേട്ടോ, നമ്മൾ പോകാൻ നേരത്തൊക്കെ ഒരു GCC കൺട്രീസിൽ ബാൻ ചെയ്തിട്ടുണ്ട് സിനിമ. അപ്പം അതിൻ്റെതായ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്കും ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് എന്തുകൊണ്ടാണ് അവിടെ ബാൻ കിട്ടിയത്, ആ ഒരു സംഭവമൊക്കെ സിനിമയിലേക്ക് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. അതായത് ബാൻ കിട്ടാൻ കാരണമായ ആ ഒരു വിഷയം ഉണ്ടല്ലോ, അത് നമ്മൾ അറിഞ്ഞോ, അത് നെഗറ്റീവായി വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമ കാണാൻ കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെ. തീർച്ചയായിട്ടും. അതായത് നല്ലൊരു കണ്ടന്റ് ആണ്, അത് വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ, പണി പാളും. പക്ഷെ ഒരു പാളിച്ച ഇല്ലാണ്ട് നല്ല ഗംഭീരമായിട്ട് സാധനം നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ട്രാക്ക് നമ്മുടെ ഏത് നടനിലൂടെയാണ് പറയുന്നത് എന്നുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു. അതും നമ്മളെ ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് എടുത്തു പറയണം, ഗംഭീരമായിട്ട് ആൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. യെസ്, എന്താണെങ്കിലും തുടക്കം തന്നെ നമ്മളെ സിനിമ കാണുമ്പോൾ കാണിക്കുന്നത് സിബിനെ കുറിച്ച് തന്നെയാണ്. അതായത് നായകൻ സിമ്പിൾ സിബിയിലൂടെ തന്നെ അല്ല, ആള് ടെററുമാണ്, പവറുമാണ്, എന്നാ സിമ്പിളുമാണ്, നല്ല ഫണ്ണിയാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു ക്യാരക്ടറാണ് കേട്ടോ ഈ സിബി എന്ന് പറയുന്ന ക്യാരക്ടർ. ഒരു രക്ഷ, കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അത് എന്ത് സിമ്പിളായിട്ട് ആള്, ആ പേര് പോലെ തന്നെ എന്ത് സിമ്പിളായിട്ട് ആള് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാം. ഓരോ അതിനകത്ത് ഈ ഒരു ക്യാരക്ടർ, അതായത് സിബിയും അച്ഛൻ ബേബി ബാബുരാജ്, ഇവരുടെ രണ്ടുപേരെയും അഴിഞ്ഞാട്ടമാണ് സിനിമയിൽ. വളരെ റയറായിട്ടാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളും ഇതുപോലെ നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടിയ ഒരു സിനിമയാണ്. അതായത് ഇതിൽ വന്ന് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സത്യം. ഓരോരുത്തരുടെ പേരും എടുത്തു പറയണം. ആദ്യം നമ്മുടെ സിബി ആയിട്ട് ഷൈൻ നിഗം. ആള് എത്ര സിമ്പിളായിട്ടാണ് അഭിനയിക്കുന്നത്, എത്ര സിമ്പിളായിട്ട്. അതായത് കോമഡി ആണെങ്കിൽ കോമഡി, ഇമോഷൻസ് ആണെങ്കിൽ വേറെ ലെവലാ. പിന്നെ മാസിന് മാസ്, ആളുടെ സ്വാഗതം എന്താ. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആള് നല്ല സിമ്പിളായിട്ട് തന്നെ പേര് പോലെ തന്നെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആള് ബാബുരാജ് ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഗംഭീര പെർഫോമൻസ് ആണ് ബാബുരാജിന്റെ. ആളുടെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചറിവാണ്. അതായത് ആള് ഭയങ്കരമായിട്ട് കോമഡി ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ അതേ ട്രാക്കിലേക്ക് ആള് തിരിച്ചെത്തി. അതേ റേഞ്ച് തന്നെ, ഒരു വ്യത്യാസം ഇല്ലാണ്ട് അതേ റേഞ്ചിൽ തന്നെ ആള് നിൽക്കുന്നുണ്ട്. എന്താന്നറിയോ, അടിപൊളി കഥാപാത്രം. പിന്നെ അവരുടെ കെമിസ്ട്രി, അതായത് അച്ഛനും മകനും ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, വേറെ ലെവലാ. അത് നമുക്ക് തുടക്കം മുതല് സിനിമയുടെ എൻഡ് വരെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആൾക്കാരാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ. ആളുടെ ക്യാരക്ടർ കുറേ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഇത്ര എന്താ പറയാ ഡീസന്റ് ആയിട്ട് വന്നിട്ട് ഒരു സിനിമ, കയ്യൊതുക്കം എന്നൊക്കെ പറയില്ല, അതുപോലെ വന്ന് ചെയ്തിട്ട് പോയി. അത് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ സൂപ്പറാക്കി പോയി. ആള് സാധാരണ ഇപ്പൊ നമ്മളെ ഇന്റർവ്യൂലൊക്കെ കാണുന്ന ഒരു രീതി ഉണ്ടല്ലോ, അങ്ങനെയാണ് കുറേ കാലമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാം, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോ വന്നു കഴിഞ്ഞാല് തുടങ്ങി ഉറപ്പിക്കും, നമുക്ക് ഉള്ളിലൊരു തോന്നല് വരും. അങ്ങനെ തോന്നാറുണ്ടായിരുന്നു. എന്നാൽ ഇതില് അങ്ങനെ പേടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അപ്പാടെ. അതായത് ഡയറക്ടർ ആൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ ആളെ കിട്ടണം, അതിന് പിടിച്ചു വെച്ച് ചെയ്തു എന്ന് പറയാം. അത് ഗംഭീരമായിട്ട് നമ്മൾ ആലോചിച്ചു പോവാണ്, ഇത്ര അടിപൊളിയായിട്ടൊക്കെ ആൾക്ക് ചെയ്യാൻ അറിയാലേ. അത് തന്നെയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈവിട്ട ഒരു പോക്കാണ് ഷൈൻ്റെ സിനിമകളിലൊക്കെ വരാം. അതൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ അറിയുന്ന ആൾക്കാരെ കൈ കിട്ടിയത് അങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് സിനിമ കഴിയുമ്പോൾ മനസ്സിലാവുന്നത്. അതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ ജാഫർ ഇടുക്കി. തീർച്ചയായിട്ടും. ആളും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചില സിനിമകളിലൊക്കെ സംസാരിക്കുന്ന പോലും മനസ്സിലാവില്ല, പിന്നെ കൈവിട്ട കളിയായിരുന്നു. എന്നാൽ ഇതിൽ അങ്ങനെയല്ല, ഗംഭീര പെർഫോമൻസ് ആണ്. പാപ്പനായിട്ട് അടിച്ചു പൊളിച്ചു. പിന്നെ എടുത്തു പറയേണ്ട മഹിമ നമ്പ്യാർ, ഗംഭീര, എന്തൊരു ലുക്കാ, എന്തൊരു സ്ക്രീൻ പ്രസൻസ്. സത്യം, അത്യാവശ്യം നല്ല റോളും. അത് ഈ സ്ക്രീൻ പ്രസൻസും ഗ്ലാമറും പിന്നെ കൊടുക്കുന്ന ക്യാരക്ടർ, അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡയറക്ടർ എന്താണോ ആളോട് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ സിമ്പിളായിട്ട് വന്ന് ചെയ്യുന്നു.
നല്ല അടിപൊളി ഒരു റോളും കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതായത് ഇതിൽ അഭിനയിച്ചവരെല്ലാം വളരെ മികച്ച രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ രമ്യ, അതായത് നമ്മുടെ നൻപകൽ നേരത്തെ മയക്കം, അന്വേഷിപ്പിൻ കണ്ടെത്തും, പിന്നെ വേറെ സിനിമ അത് തന്നെ ഉള്ളൂ, രമ്യ സുബി. ആളുടെ പെർഫോമൻസ്, അതായത് നമ്മുടെ ബാബുരാജിന്റെ പേരായിട്ടാണ് കിഡിലൻ. പിന്നെ ആളുടെ മകളായിട്ട് ഒരു പെൺകുട്ടിയുണ്ട്, ആളും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ പെൺകുട്ടി, അടിപൊളി ക്യാരക്ടറുകളാണ്. പിന്നെ അതിൽ രഞ്ജി പണിക്കറുണ്ട്, പിന്നെ നമ്മുടെ മാലാപാർവതി ഉണ്ട്. ഇവരൊക്കെ നല്ല പെർഫോമൻസ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, നമ്മുടെ ഷമ്മി തിലകൻ. ഒരൊന്നൊന്നര മുതലാണ്. അത് ഒരു വ്യത്യസ്തമായ ലുക്കിൽ വന്ന് ഒരു മാലാകയെ പോലെ അങ്ങ് അഴിഞ്ഞാടി പോയിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ്, നല്ല ഡെപ്തുള്ളൊരു ക്യാരക്ടറാണ്. സിനിമ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് അല്ലാതെ ഒരുപാട് ആൾക്കാർ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. എല്ലാവരും വന്നവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടന്റ് ആണെങ്കിലും സിനിമയുടെ കണ്ടന്റും ഗംഭീര കണ്ടന്റാണ്. 3 പ്രധാന പ്രശ്നങ്ങളിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അതിലൊന്ന് വളരെ മികച്ച കണ്ടന്റ്, എന്താണെന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെയല്ല പറയേണ്ടത്, ഞാൻ പറഞ്ഞത്. അതായത് ഒന്നാമത്തെ പ്രശ്നം അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നം അത് അതിനേക്കാട്ടിലും വലിയൊരു പ്രശ്നമാണ്. എന്നാൽ മൂന്നാമത്തെ പ്രശ്നം ഈ രണ്ടും പറയാൻ പറ്റൂല എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം. അതങ്ങനെ തന്നെയാണ്. എന്തായാലും ഒരു ഹൈ റേഞ്ച് ഏരിയയിലുള്ള സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ചില സംഭവങ്ങളാണ്. ആദ്യ സമയങ്ങളിലൊന്നും ഇതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം, പിന്നെ അതിനേക്ക് മറികടന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്നതും ലാസ്റ്റ് വളരെ മികച്ചൊരു ക്ലൈമാക്സിലേക്ക് എത്തുന്നതാണ് സിനിമ. അത് ഈ സംഭവം സത്യമായിട്ടും അതായത് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഭവങ്ങൾ അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന കുറേ രീതികളുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ പോയിട്ട് സിനിമ കാണുക, സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പം എന്തായാലും സിനിമയുടെ ഡയറക്ഷനിലേക്ക് പോവാം. രണ്ടുപേരാണ് നന്നായിട്ട്, ഒരാളല്ല രണ്ടുപേർക്ക് നന്നായിട്ട് പണി അറിയാം. എന്തായാലും ഇതിന്റെ സ്റ്റോറിയും ഡയറക്ഷനും രണ്ടുപേരാണ്. ഒന്ന് ആൻഡോ ജോസ് പെരേര, പിന്നെ എബി ട്രീസാപ്പോൾ. ഇത് രണ്ടുപേരുമാണ് ഇതിന്റെ മെയിൻ. ഇവരാണ് ഇതിന്റെ തലച്ചോറ്. നന്നായിട്ട് പണി അറിയാം. അത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വ്യക്തമാണ്. സിമ്പിളായിട്ടുള്ള ചില രംഗങ്ങൾ നമ്മൾ മറ്റു പല സിനിമകളിലും കണ്ട സീനുകൾ ഇതിൽ വരുമ്പോൾ വേറെ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഒരു വിഷയം മറ്റൊരാളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫാനിൻ്റെ അകമ്പടിയോടെ അത് പറയുന്നതും പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. കുറേ സാധനങ്ങൾ നമ്മൾ ഓർക്കാപ്പുറത്ത് നമുക്ക് കിട്ടിയ ഒരു എന്താ പറയാ, ഒരു സമ്മാനം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിനിമ. അത് തിയേറ്ററിൽ പോയിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടല്ലാണ്ട് തിരിച്ചിറങ്ങൂല. അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്തായാലും പറയേണ്ടതാണ് ഇതിന്റെ ക്ലൈമാക്സ്. അതായത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വന്ന ഏറ്റവും മികച്ച ക്ലൈമാക്സിൽ ഒന്നാണ്. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ പോവുക, മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ അതിന്റെ അഭിപ്രായങ്ങൾ, കണ്ട ആൾക്കാരുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോവാണ്. ഇനി അധികം പറഞ്ഞുകൊണ്ട് നിന്നാൽ ഒന്നും കേൾക്കത്തില്ല. അപ്പൊ എന്തായാലും പോവാണ്. റേറ്റിംഗ്സ് പോരട്ടെ. 7.5 ഔട്ട് ഓഫ് 10. യെസ്. എന്തായാലും എല്ലാവരുടെയും മികച്ച പെർഫോമൻസും പിന്നെ നല്ലൊരു കണ്ടന്റും പിന്നെ വളരെ മനോഹരമായിട്ട് ഡയറക്ഷനും മ്യൂസിക്കും എഡിറ്റിങ്ങും ഒക്കെ നിർവഹിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. യെസ്. എന്തായാലും നിരാശപ്പെടില്ല. എന്തായാലും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.